ഹലോ ഓൾ. അപ്പോൾ ഇന്നലെ 2023 കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് നീറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വീഡിയോസ് സാർ വേണം, കഴിഞ്ഞ വർഷത്തെ പോലത്തെ അനാലിസിസ് വേണമെന്ന് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടു. ഞാൻ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. ആൻഡ് യുൽ ഗെറ്റ് ഷുവർലി എ ലോട്ട് ഓഫ് ഇൻസൈറ്റ്സ് ഫ്രം ദിസ്. ഓക്കെ, നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ, നിങ്ങളൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ്സ്, നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് അടക്കമുള്ള ഡീറ്റെയിൽസ്, മുൻ വർഷങ്ങളുമായിട്ടുള്ള കമ്പാരിസൺ, നിങ്ങൾക്ക് സീറ്റ് കിട്ടാൻ എത്ര മാർക്ക് വേണം തുടങ്ങിയ കാര്യങ്ങൾ ഞാനിവിടെ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആദ്യമായി ഞാൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞ വർഷവുമായി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എത്രത്തോളം മാറ്റം നമ്മുടെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ടോപ്പ് 100-ല് 4 ആളുകൾ കഴിഞ്ഞ വർഷം ടോപ്പ് 100-ല് നമുക്ക് ആക്ച്വലി ടോപ്പ് 100-ൽ വന്നിട്ടുണ്ടെങ്കിൽ 2023-ല് അത് 2 ആളുകളായി കുറഞ്ഞു. ഓക്കെ, സ്വാഭാവിക ഒരു ടോപ്പിൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അതേപോലെ തന്നെ ടോപ്പ് 500-ൽ 25-ന്ന് 23 ആയി കുറഞ്ഞു. ടോപ്പ് 1000-ല് 49 to 49 ആണ്. ടോപ്പേഴ്സ് ഇൻ 2000 120-ൽ നിന്ന് 28 കൂടി, പ്ലസ് 28 ഇവിടെ കൂടി, റൈറ്റ്, വിച്ച് ഈസ് ലൈക്ക് വി ആർ റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. അതേപോലെ ടോപ്പ് 5000-ൽ 361 to 417 ആയി, അറൌണ്ട് 50 ആളുകൾ പ്ലസ് ഇതിൽ കൂടി. അതേപോലെ തന്നെ ടോപ്പ് 10,000-ൽ 721-ന്ന് 863-ലോട്ട് കൂടി. അപ്പോൾ കേരളത്തിൽ പൊതുവെ 2022 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ റിസൾട്ട്സ് ആണ് റാങ്ക് വൈസ്, ടോപ്പ് റാങ്ക് വൈസിൽ ആക്ച്വലി ഉണ്ടായിട്ടുള്ളത്. സോ വാട്ട് ഡസ് ദിസ് മീൻ? ഇതിൽ നിന്ന് നമുക്ക് ഡെഡ്യൂസ് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഹാവ് വി ഡൺ വെൽ? നമ്മൾ ബെറ്റർ ആയി ചെയ്തിട്ടുണ്ടോ? പക്ഷേ ആക്ച്വലി നമ്മൾ നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡാറ്റ കാണിച്ചു തരാം. അപ്പോൾ 2022 ആയിട്ട് മാത്രമാണല്ലോ കമ്പയർ ചെയ്തത്. ഐ ഹാവ് പ്രിപ്പയർഡ് എ ടേബിൾ വെർ വി കമ്പയർ ഓൾ ദ വേ ടിൽ 2017 വരെ കമ്പയർ ചെയ്യുന്ന ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് ഷോക്കിംഗ്. ഇത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ടേബിളാണ്. ഞാൻ ഈ ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ കുറച്ച് ബാക്ക്വേർഡ് ആയി നോക്കിയിട്ട് ഞാൻ കുറച്ച് ഡേറ്റ് എടുത്തതാണ്. ഈ ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ ഡേറ്റയിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണാം അല്ലേ? ടോപ്പ് 2017-ല് 100-ല് 12 ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് വെറും 2 ആളുകളാണ് 2023 എത്തുമ്പോൾ ഉണ്ടാവുന്നത്. പക്ഷേ ഒരു ടോപ്പ് 100-ൽ എപ്പോഴും നമുക്ക് കുറച്ച് വേരിയേഷൻസ് കാണാം. അപ്പോൾ ടോപ്പേഴ്സ് ആയിട്ടുള്ള ആളുകളാണല്ലോ. പക്ഷെ നിങ്ങൾ നോക്കുക ടോപ്പേഴ്സ് ഇൻ 500 61-ന്ന് 53 ആയി 2018-ൽ കുറഞ്ഞു. 2021 ആയപ്പോൾ 38 ആയി, 25 ആയി, 23 ആയി, 61-ൽ നിന്ന് 23 ആയി, പകുതിയിലേറെ കുറഞ്ഞു ടോപ്പ് 500-ലുള്ള ആളുകൾ കഴിഞ്ഞ 6 വർഷങ്ങൾ കൊണ്ട്. ടോപ്പ് 1000-ലോട്ട് വരികയാണെങ്കിൽ 165 ആളുകൾ ഉണ്ടായിരുന്നു 2017-ൽ. 6 വർഷങ്ങൾക്ക് മുമ്പ് 165 ആളുകളുണ്ടായിരുന്നു, 135 ആയി കുറഞ്ഞു. അത് കുറഞ്ഞു എവിടെ എത്തി? 49-ൽ നമ്മൾ എത്തി. 3-1 കുറഞ്ഞു. 169-ന്ന് 3-1 കുറഞ്ഞിട്ട് 49-ൽ എത്തി. 2000-ൽ 352 ആളുകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ 148 ആളുകളാണുള്ളത്. ഇവിടെ ആകെ 2022 എന്നുള്ളത് മാത്രം ഒരു ഔട്ട്ലെയർ ആയി കിടക്കുകയാണ്. കാരണം 2022-ല് നമ്മൾ എക്സ്ട്രീംലി ബാഡായി പെർഫോം ചെയ്തു. 2022-ല് നമ്മൾ എക്സ്ട്രീംലി ബാഡായി പെർഫോം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഡൗൺവേർഡ് ഡിക്ലൈൻ, സ്റ്റീപ്പ് ഡിക്ലൈൻ എന്താണ്? എക്സ്ട്രീംലി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ടോപ്പ് 5000-ല് 859 ആളുകൾ 2017-ൽ ഉണ്ടായിരുന്നു. 2018-ൽ ചെറിയ ഡിഗ്രീസ് 827, അത് 2023 ആക്കുമ്പോഴേക്ക് 417 പകുതിയിലേറെയായി കുറഞ്ഞു. ടോപ്പ് 10,000-ല് 1659 ആളുകൾ 6 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഇപ്പോൾ 863 പകുതിയായി കുറഞ്ഞു. നിങ്ങൾ നോക്കുക, there is a clear downward trend. നമ്മൾ എവിടെയായിരുന്നോ 6 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് അതിൻ്റെ പകുതിയിലാണ്, അല്ലെങ്കിൽ പലയിടങ്ങളിലും അതിൻ്റെ 1/3 നമ്മൾ ഉള്ളത്. ഇതാണ് കേരളത്തിലെ നീറ്റ് ഇൻഡസ്ട്രിയുടെ യാഥാർത്ഥ്യം എന്നുള്ളത്. ഇതാണ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്, ഓൺലൈനിലും ഓഫ്ലൈനിലുമായിട്ട് ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി റിസൾട്ടുകൾ വരുമ്പോൾ പ്രത്യേകിച്ചൊന്നും നമുക്ക് അധികം ക്ലെയിം ചെയ്യാനില്ല എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് നോക്കുക. ഇനി ഞാൻ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പൊതുവെ പറയാറുള്ളൊരു കാര്യം, ഒരു 600+ മാർക്ക് അല്ലെങ്കിൽ 620+ മാർക്ക് ജനറലിൽ കിട്ടിയാൽ നമുക്ക് MBBS കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചത് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കുകളാണ്. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഞാൻ കാണിക്കാം. മെറിറ്റിൽ 898 ആണ്. ഞാനൊരു ടോപ്പ് 5 കാറ്റഗറിയാണ് എടുത്തത്. EWS-ല് 4067 ആണ്, ഈഴവ 1898 ആണ്, മുസ്ലിം 1316 ആണ്, SC 1169 ആണ്, 1169 ആണ്. അപ്പൊ ഞാൻ എടുത്തത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ മൊത്തം ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിന്റെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് എടുത്തു. അതിൽ ഏറ്റവും ലാസ്റ്റ് വന്ന
റാങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറെ റിസർവേഷൻ ബേസ്ഡ് ഇക്വേഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചില കോളേജിൽ SC ST റിസർവേഷൻ കൂടുതലുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഡേറ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ അനലൈസ് ചെയ്തതിന്റെ ബേസിലുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ 898 കിട്ടിയ ആൾക്ക് 620 മാർക്കാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ എന്താണെന്ന് വെച്ചാൽ 620+ മാർക്ക് നമ്മൾ വാങ്ങിയിരുന്നെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് MBBS കിട്ടുമായിരുന്നു. അത് OBC ആണെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം റിസർവേഷൻ ആണെങ്കിൽ 606+ മാർക്ക് വാങ്ങിയാൽ മതിയായിരുന്നു. ഈഴവ ആണെങ്കിൽ 589+ മാർക്ക് വാങ്ങിയാൽ മതിയായിരുന്നു. അതേപോലെ തന്നെ EWS 540, SC 406 ഈ മാർക്കൊക്കെ വാങ്ങിയ ആളുകൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മെറിറ്റിൽ MBBS ഗവൺമെന്റ് കോളേജസിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. എന്നാൽ ഇത്തവണ 898 നമുക്ക് കഴിഞ്ഞ തവണയും ഇത്തവണയും പ്രത്യേകിച്ച് റാങ്ക് വ്യത്യാസങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണത്തിൽ ഇൻക്രീസ് ഒന്നും ഇല്ല എന്നുള്ള നിലക്ക് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അതാണ് എൻ്റെ ബേസിക് അസംഷൻ. ആ അസംഷൻ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്തവണ 898 റാങ്ക് വന്നത് 639 മാർക്കിനാണ്. 19 മാർക്കിന്റെ വ്യത്യാസം, 19 മാർക്കിന്റെ വ്യത്യാസം. ആലോചിക്കണേ, 19 മാർക്കിന്റെ വ്യത്യാസം. ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ റേസ് ഇങ്ങനെ കൂടിയത്. ഇതിന് എന്താ സൊല്യൂഷൻ എന്നുള്ളത് കൂടി ഞാൻ ഈ ഒരു സ്ലൈഡ് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനൊരു കൃത്യമായ സൊല്യൂഷൻ ഉണ്ട്, എന്തുകൊണ്ട് നമ്മൾ പിന്നിൽ പോകുന്നു, എങ്ങനെ നമ്മൾ മുന്നോട്ട് വരണം എന്നതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൂവൺ ഫോർമുല ഉണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി നിങ്ങൾ നോക്കുക, മുസ്ലിം റിസർവേഷൻ 606 നിന്ന് +20 മാർക്സ് 626 മാർക്ക്. കഴിഞ്ഞ തവണത്തെ അതേ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത്തവണ ലാസ്റ്റ് റാങ്ക് വരിക 626 മാർക്സിനായിരിക്കും. അവർ 620 മാർക്കൊക്കെ ആണ് നമുക്ക് കിട്ടേണ്ടത് കരുതി പഠിച്ച കുട്ടികൾക്ക് പോലും MBBS കിട്ടാത്ത അവസ്ഥയാണുള്ളത്. EWSന് അത് 541 നിന്ന് +33 മാർക്സ് 574 പോകും. 406 ആണ് ലാസ്റ്റ് റാങ്കെങ്കിൽ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ വർഷം ഈ 406 ആവില്ല, കുറച്ചുകൂടി മേലോട്ട് വരും. കാരണം EWS എന്നുള്ള കാറ്റഗറിയിലുള്ള ആളുകളുടെ എണ്ണം സ്വാഭാവികമായിട്ട് ഈ വർഷം കൂടാനുള്ള ഒരു സാധ്യത, കാരണം അതിനെക്കുറിച്ചുള്ള അവയർനെസ് കുറവായിരുന്നു. ആ അവയർനെസ് കൂടുന്നതോറും അത് കൂടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഈഴവ 589 നിന്ന് +21 മാർക്സ് 610 അത് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. SCയിൽ അത് ഏകദേശം 69 മാർക്സ് 475 എത്താനുള്ള സാധ്യതയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. പ്രൊവൈഡഡ് കഴിഞ്ഞ തവണത്തെ അതേ പാറ്റേൺ ആണ് ഏകദേശം ഫോളോ ചെയ്യുന്നത്. ഇതിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം, ബട്ട് ഇതായിരിക്കും ഏകദേശം ഒരു ആവറേജ് ഔട്ട് ചെയ്യുമ്പോൾ വരിക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 600 മാർക്ക് കിട്ടിയാൽ MBBS കിട്ടുമെന്ന് വിചാരിച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് 600 അല്ല 640 കിട്ടിയാൽ MBBS കിട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്, മനസ്സിലാക്കുക. ആൻഡ് മാർക്ക് മൈ വേർഡ്സ്, അടുത്ത വർഷം ഇത് 650 കൂടും. 650 കൂടും, ഷുവറാണ്. 90+ മാർക്ക് വാങ്ങുന്ന എക്സ്ട്രീംലി ഹൈ സ്കോറിംഗ് എക്സാം ആയിട്ട് നീറ്റ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഇവിടെ എന്നുള്ളത് എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയ ചോദ്യം. അപ്പുറത്ത് ഒരുപാട് കോച്ചിങ് ഉണ്ട്. 20,000-ലധികം ആൾക്കാർ ഇത്തവണ നീറ്റിന് കൂടുതൽ എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് കൂടുതൽ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കൂടുതൽ കുട്ടികൾ നീറ്റിന് വേണ്ടി വളരെ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബട്ട് ദർ ഈസ് സംതിങ് റോങ്, അല്ലെ? നമ്മുടെ ചുറ്റും കാണുന്നത് മുഴുവൻ നീറ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോലാഹലങ്ങളും നീറ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും there is something inherently wrong in this, right? That's why we are seeing this. Okay, അതുകൊണ്ടാണ് നമ്മൾ ഇത് കാണുന്നത് എന്നുള്ള കൃത്യമായ ബോധം ഡാറ്റ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്. ഡാറ്റ കള്ളം പറയില്ല, നമുക്ക് ആളുകൾക്ക് കള്ളം പറയാം, പക്ഷെ നോക്കൂ നിങ്ങൾ, ഡാറ്റ ഒരിക്കലും കള്ളം പറയില്ല, റൈറ്റ്? അപ്പോ ഇനി അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത്തവണ ഇതും താഴോട്ട് കൊണ്ടുവരാൻ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ആക്ച്വലി നമ്മൾ റാങ്ക് കിട്ടിയ ആൾക്കാരെ ഒന്ന് പരിശ്രമിച്ചാൽ ഈ ഒരു സംഭവം, ഈ ഒരു കുറച്ചുകൂടി കുട്ടികൾക്ക് നമുക്ക് MBBS വാങ്ങിക്കൊടുക്കാൻ സാധിക്കും. അതിനെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇത് ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് വൈ ഡു വി സോ ബാഡ്ലി, നമ്മൾ എന്തുകൊണ്ടാണ് ഇത്ര മോശമായി ചെയ്യുന്നത്? ഒന്ന്, ഔട്ട്ഡേറ്റഡ് സ്ട്രാറ്റജി. ചുറ്റുള്ള ആളുകൾ, നമ്മുടെ ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടുന്നുണ്ട്. ഓരോ വർഷം നീറ്റ് എഴുതുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്, പക്ഷെ നമ്മുടെ സ്ട്രാറ്റജി ഔട്ട്ഡേറ്റഡാ. നമ്മൾ എന്താ ആലോചിക്കുന്നത്? +2 കഴിഞ്ഞിട്ട് നീറ്റ് ചെയ്താം, +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോവാം. ഇപ്പോൾ റിപ്പീറ്റിംഗ് അല്ല, +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞ് റിപ്പീറ്റിന് പോവാം. ഇങ്ങനെയാണ് കുട്ടികൾ ചിന്തിക്കുന്നത്, വിച്ച് ഈസ് എക്സ്ട്രീംലി റോങ്. ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭൂരിഭാഗം ആളുകൾക്കും എന്നുള്ളത് മനസ്സിലാക്കാം. നല്ല ബേസുള്ള ആൾക്കാർക്ക് ഒരു വർഷം കൊണ്ട് നീറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 2 വർഷം കൊണ്ട്, 3 വർഷം കൊണ്ട്, 4 വർഷം കൊണ്ടൊക്കെ റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നവരുണ്ടാവാം. ഞാനതൊന്നും, പക്ഷെ അതല്ലല്ലോ അത് വേണ്ടത്. നമുക്കതാണോ വേണ്ടത്? നമുക്ക് +2ന്റെ കൂടെ നീറ്റ് കിട്ടുന്ന കുട്ടികളാണ് വേണ്ടത്. ടോപ്പേഴ്സിനെ നിങ്ങൾ നോക്കുക, ഓൾ ഇന്ത്യ ടോപ്പേഴ്സിനെ നിങ്ങൾ നോക്കുക, ഭൂരിഭാഗം ആളുകളും +2ന്റെ കൂടെ തന്നെ എഴുതിയെടുത്തായിരിക്കും. പിന്നെ എന്തുകൊണ്ട് നമുക്ക് എഴുതിയെടുത്തൂടാ?
പിന്നെ എന്തുകൊണ്ട് എഴുതിയെടുത്തുകൂടാ? നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് റിപ്പീറ്റിംഗ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും റിപ്പീറ്റിംഗ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 12th കഴിഞ്ഞിട്ട് മാർക്ക് ഇല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 12th കഴിഞ്ഞിട്ട് നീറ്റിന് പഠിച്ചു. ഞാൻ ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നുണ്ട്, സർ 11th 12th ഇങ്ങനെ പോയാൽ പോരെ, നമുക്ക് +2 മാർക്ക് വാങ്ങിയിട്ട് 12th കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നോക്കി, വിച്ച് ഈസ് സ്റ്റുപ്പിഡ്, വിച്ച് ഈസ് ഇല്ലോജിക്കൽ. അങ്ങനെ തീരെ കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതല്ല റൈറ്റ് സ്ട്രാറ്റജി. അങ്ങനെ കിട്ടുന്ന ആളുകൾ കുറവായിരിക്കും, എക്സ്ട്രീംലി കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ കിട്ടുന്ന ആളുകൾക്ക് 11th 12th നന്നായി പഠിച്ച ആൾക്കാർ, ഇതിനു വേണ്ടി ഇടങ്ങാറായ ആൾക്കാർക്കാണ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ ഇതെന്താ കാരണം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ലോജിക്കാണ്. കാരണം ഒരു ജൂണിൽ തുടങ്ങി അടുത്തൊരു ഏപ്രിൽ വരെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് കഴിഞ്ഞ 2 വർഷം കൊണ്ട് പഠിക്കുന്ന ലോജിക്കലാണോ? അല്ല, അതുകൊണ്ടാണ് കിട്ടാത്തത്. വളരെ സിമ്പിളാണ്. നേരെ മറിച്ച് അപ്പുറത്ത് നമ്മളെന്താണ്, നമ്മള് ഫൗണ്ടേഷൻ പ്രോഗ്രാംസോ മറ്റിലൊന്നും ആരും ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ XandY ഒക്കെ എന്താണ്, നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ പ്രോഗ്രാമിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടോപ്പേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ 8th 9th 10th ഇതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി വരുന്ന ആൾക്കാരാണ്. അവര് എക്സ്ട്രീംലി പ്രിപ്പയർഡ് ആയിരിക്കും. നമുക്കൊരു പ്ലാനും ഇല്ല, നമ്മൾ നേരെ പോകുന്ന ഒരു റാറ്റ് റേസിനാണ്. എന്താണ് റാറ്റ് റേസ്? 10th കഴിഞ്ഞാൽ 12th കഴിഞ്ഞ് നേരെ നമുക്ക് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോകും. എന്നിട്ട് 1 2 3 വർഷം അവിടെ സ്പെൻഡ് ചെയ്യാം, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു അൺവിന്നബിൾ റാറ്റ് റേസിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, വിച്ച് ഈസ് ക്വൈറ്റ് ഇല്ലോജിക്കൽ. നേരെ മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ 8th മുതൽ 10th വരെയുള്ള നമ്മുടെ സിലബസിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നന്നായി നമ്മൾ ബേസിക്കലി നമ്മൾ ഫണ്ടമെന്റലി പഠിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം റിപ്പീറ്റേഴ്സ് ആയ ആളുകൾ, എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവല്ലോ, നിങ്ങൾ കമന്റ് ചെയ്യുക എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ ഈ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ഇപ്പോൾ സെൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലേ? അതല്ലേ നിങ്ങളുടെ താഴെയുള്ള ആളുകൾക്ക്, നിങ്ങളുടെ ഇനി വളർന്നു വരുന്ന അനിയന്മാർക്കും അനിയത്തിമാർക്കും ഗൈഡൻസ് കൊടുക്കേണ്ട ആളുകൾ നിങ്ങളാണ്. നമ്മുടെ ഒരു കുട്ടി ആത്മാർത്ഥമായി ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അവൻ എയിംസിൽ പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ ജിപ്മറിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ബോർഡ് എക്സാം ഈസ് വെരി ലോ. ഇതും ഇതിനൊരു പ്രശ്നമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ A+ കിട്ടുന്നു. എല്ലാവർക്കും ഉള്ള വിചാരം എന്താ? ഞങ്ങളൊക്കെ ഉഷാറാണ്, അടിപൊളിയാണ്, നമ്മുടെ മക്കളൊക്കെ അടിപൊളിയാണ്, രക്ഷിതാക്കൾക്കും അവരൊന്നും അടിപൊളി അല്ല എന്നല്ല, പക്ഷെ അവർ ഇതുവരെ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അവരാകെ ടെസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത് 90 കിട്ടിയാലും A+, 91 കിട്ടിയാലും A+, 100 കിട്ടിയാലും A+, എല്ലാവർക്കും A+. നീറ്റ് പോലത്തെ ഒരു പരീക്ഷയിൽ 90 കിട്ടിയവനും 91 കിട്ടിയവനും തമ്മിൽ ചിലപ്പോൾ 2000 റാങ്കിന്റെ അല്ലെങ്കിൽ 5000 റാങ്കിന്റെ ഡിഫറൻസ് ഉണ്ടാവും, അല്ലെ? ആ റാങ്ക് ഡിഫറൻസ് ആയിരിക്കും ഒരാൾ MES മെഡിക്കൽ കോളേജിൽ 40 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കണോ, മെറിറ്റിൽ MES KMCT മെഡിക്കൽ കോളേജിൽ 40 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കണോ, അതോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 1.5 ലക്ഷം രൂപ കൊടുത്ത് ഫീസ് കൊടുത്ത് പഠിക്കണോ എന്ന് തീരുമാനിക്കുന്നത് എന്തായിരിക്കും? ആ ഒരു മാർക്കായിരിക്കും. ആ ഒരു മാർക്കിന്റെ വില നമ്മുടെ ബോർഡ് എക്സാം പഠിക്കുന്ന കുട്ടികൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും സങ്കടകരമായ യാഥാർത്ഥ്യം എന്നുള്ളത്. സ്റ്റാൻഡേർഡ് ഓഫ് ബോർഡ് എക്സാംസ് വെരി ലോ, ലിബറൽ വാല്യുവേഷൻ, എല്ലാവർക്കും മാർക്ക് വാരിക്കോരി കൊടുക്കുക, എന്നിട്ട് എക്സാമിന്റെ സ്റ്റാൻഡേർഡ് കുറച്ച് കൊണ്ടുവരിക. നമ്മളിവിടെ സിലബസ് ഇങ്ങനെ വെട്ടിച്ചുരുക്കുക, കുട്ടികളൊന്നും പഠിക്കേണ്ട, സിലബസ് വെട്ടിച്ചുരുക്കുക, കുട്ടികൾക്ക് മാക്സിമം ഹാപ്പി ആക്കി കൊടുക്കുക. എന്തിനാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതോടൊപ്പം നമ്മുടെ മാത്സ് സ്റ്റാൻഡേർഡ്സ് താഴോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. സിലബസ് എന്നുള്ളത് നമുക്ക് കമ്പയറബിൾ അല്ല. ഒരു നാഷണൽ കരിക്കുലായിട്ട് അല്ലെങ്കിൽ ഈവൻ തമിഴ്നാട് കരിക്കുലായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും കരിക്കുലൊക്കെ എടുത്തു നോക്കി. അതുമായിട്ട് പോലും പലപ്പോഴും കേരളത്തിലെ സിലബസ് എന്തല്ല, കമ്പയറബിൾ അല്ല സ്കൂൾ ലെവലിൽ. അപ്പോൾ സ്കൂൾ ലെവലിൽ കമ്പയറബിൾ അല്ലാത്ത സിലബസ് വരുമ്പോൾ 10th കഴിഞ്ഞ് കുട്ടിക്ക് 11th ചാട്ടം എന്ന് പറയുന്നത് വല്ല ഹനുമാൻ ലങ്കയ്ക്ക് ചാടുന്ന പോലെയാണ്. അത് ഹനുമാനേ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയൂല, അല്ലെ? ഈ ഒരു അറ്റത്തുനിന്ന് എന്താണ് പല ആൾക്കാരും നടുക്കടലിൽ വീണ് മുങ്ങി മരിക്കും, അതാണ് സംഭവിക്കുക. അപ്പോൾ ഹനുമാന് മാത്രം, എക്സ്ട്രീംലി ഇന്റലിജന്റ് ജീനിയസ് ആയ ആൾക്കാർക്ക് മാത്രം, എക്സ്ട്രീംലി ഹാർഡ് വർക്കിംഗ് ആയ ആൾക്കാർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റ് സിലബസ് 11th NCERT ടെക്സ്റ്റ് ബുക്കിലോട്ട് ചാടുക എന്നുള്ളത്. അപ്പൊ എന്താ വേണ്ടത് ഫൗണ്ടേഷൻ ആണ്. ഇപ്പോൾ ഞങ്ങൾ XandYയിലൊക്കെ 1000-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. എന്തിനാണ്? നീറ്റ് JEE പോലത്തെ എക്സാംസിന് വേണ്ടിയിട്ട് 8 മുതലേ അവർ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുക. ഞാൻ പറയുന്നത് ഇവിടെ റിപ്പീറ്റേഴ്സ് ആയ ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടാവും, നീറ്റ് എഴുതിയ ആൾക്കാരെന്നെ കേൾക്കുന്നുണ്ടാവും, അവരുടെ പാരന്റ്സ് എന്നെ കേൾക്കുന്നുണ്ടാവും. നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സിലബസിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നത് വിഡ്ഢിത്തരമാണ്. അവരെ സ്കൂളിൽ വിട്ടാൽ അവർ ശരിയായിക്കോളും, അല്ലെങ്കിൽ അവരെ സ്കൂളിൽ വിട്ടാൽ സ്കൂൾ അവരെ ഓട്ടോമാറ്റിക്കലി ബെറ്റർ ആയിക്കോളും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിഡ്ഢിത്തരമാണ്. അത് ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നല്ല വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ അവർക്ക് ഇത്തരം ഒരു സയൻസ് മാത്സ് കോമ്പറ്റേറ്റീവ് എക്സാം JEE ആവട്ടെ നീറ്റ് ആവട്ടെ എന്തിനോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം അനിവാര്യമാണ്. അപ്പോൾ XandYയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് ആയിട്ടുള്ള IITians ആയിട്ടുള്ള ആൾക്കാർ
ആൾക്കാരാണ് മെന്റർ ചെയ്യുന്നത്, അവരാണ് ക്ലാസ്സസ് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ബെറ്റർ റിസൾട്ട്സ് ഉണ്ടാവുന്നു. അവർ ഇപ്പോഴേ കോമ്പറ്റേറ്റീവ് എക്സാമിന് റെഡി ആയിരിക്കുന്നു, ഇപ്പോഴേ നീറ്റ് ജെഇ പ്രോബ്ലംസ് ഞങ്ങളുടെ കുട്ടികൾ സോൾവ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലോട്ട് നമ്മുടെ കുട്ടികൾക്ക് കഴിയും, നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. പക്ഷെ അത് ഉയർത്തിക്കൊണ്ടുവരാൻ ഒരിക്കലും നമ്മുടെ സ്കൂളുകളിൽ നിന്നോ നമ്മുടെ സിസ്റ്റത്തിനോ സാധിക്കില്ല. അതിനൊരു സെപ്പറേറ്റ് സിസ്റ്റം തന്നെ വേണം എന്നുള്ള തിരിച്ചറിവാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളുടെ അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ കസിൻസ് ഉണ്ടാവും, മിടുക്കരായ ആൾക്കാരുണ്ടാവും. ആ മിടുക്കരായ ആളുകളെ 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു റാറ്റ് റേസിലോട്ട് തള്ളിവിടുന്ന ഒരു സിസ്റ്റത്തിലോട്ട് വിട്ടുകൊടുക്കരുത് എന്നാണ് പറയാനുള്ളത്. ആ മിടുക്കരായ ആളുകളെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് അവരെ ഇപ്പോൾ വലിയ സ്ട്രെസ്സും സ്ട്രെയിനും എടുക്കാതെ എന്നാൽ അവരുടെ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആക്കി ചെയ്താൽ എത്രയോ മനോഹരമായിട്ട് ഇത് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ആലോചിച്ച് നോക്കുക, ഇന്ന് 8ലോ 9ലോ പഠിക്കുന്ന ഒരു കുട്ടി 4 വർഷത്തിന് ശേഷം നീറ്റ് പരീക്ഷ +2ന്റെ കൂടെ എഴുതി ക്വാളിഫൈ ചെയ്യുമ്പോൾ ഇന്നത്തെ കട്ട് ഓഫ് 640 ആണെങ്കിൽ അത് അന്ന് 670 680 ആയിരിക്കും. അതിലോട്ട് അവരെത്തണം എന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് നിങ്ങൾ പഠിച്ചോളൂ, നിങ്ങൾക്ക് ഡോക്ടർ ആവാം എന്ന് പറഞ്ഞ് കുറെ മോട്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. മോട്ടിവേഷൻ ഈസ് ഓവർ റേറ്റഡ്. എൻവയോൺമെന്റ് മാറ്റേഴ്സ് അല്ലെ. നമുക്ക് ചുറ്റുള്ള ഒരു സിസ്റ്റം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ താഴെയുള്ള ലിങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ ഫാമിലിയിലുള്ള ഹൈസ്കൂൾ സ്റ്റുഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന പേരൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ നൽകാം. ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളുമായി സംസാരിക്കും, നിങ്ങൾ ഇതിന് റൈറ്റ് ഫിറ്റ് ആണോ എന്ന് തിരിച്ചറിയും. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് XandY ഫൗണ്ടേഷൻ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാം. നിങ്ങളൊരു മെന്റേഴ്സ് അസൈൻ ചെയ്യും, നിങ്ങൾക്ക് IITians ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ ക്ലാസ്സുകൾ എടുക്കും. നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, അപ്പുറത്ത് തമിഴ്നാട് എന്നുള്ള സ്റ്റേറ്റ് നീറ്റിനെ എക്സ്ട്രീംലി റെസിസ്റ്റ് ചെയ്തെന്നുള്ളൊരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ് എന്ത് ചെയ്തു? ആ സ്റ്റേറ്റ് ഇത്തവണ ടോപ്പ് 10 തമിഴ്നാട് ആളുകളാണ് എത്തിയത്. നീറ്റ് വന്നപ്പോൾ നീറ്റ് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഇപ്പോഴും പറയുന്ന ആൾക്കാരാണ്. അവരെന്താ ചെയ്ത്? അവര് നീറ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതും കൊടുത്ത് ഹർജി കൊടുത്ത് ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല, അവര് മൊത്തം സിലബസ് റീവാമ്പ് ചെയ്തു. നിങ്ങൾ തമിഴ്നാട് സിലബസും കേരള സിലബസും കമ്പയർ ചെയ്യുന്ന വീഡിയോ ഞാൻ മേലെ ഇൻഫർമേഷൻ കാർഡിൽ ഇടാം. ഞാൻ ചെയ്ത വീഡിയോ ഉണ്ട്, നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത അത്ര ബെറ്റർ സിലബസ് ആണ് തമിഴ്നാട്ടിലുള്ളത്. ഓക്കെ, ഇവിടെ NCERT-യേക്കാളും ബെറ്റർ സിലബസ് ആണ് തമിഴ്നാട്ടിലുള്ളത്. അതിന്റെ റിസൾട്ട്സ് ആണ് അവർ ഇപ്പോൾ റീപ്പ് ചെയ്യുന്നത്. കുറെ സെന്റേഴ്സ് ഉണ്ടായിട്ട് കുറെ കുട്ടികളെ പിടിച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മുടെ സിസ്റ്റം നന്നാവണം. ഓക്കെ, ആ സിസ്റ്റം നന്നാക്കുന്ന പ്രോസസ്സ് തമിഴ്നാട് എടുത്തുകൊണ്ടാണ് ഇത്തവണ അവർക്ക് ഏറ്റവും ബെറ്റർ റിസൾട്ട് അവർക്ക് കിട്ടിയത്. അതോടൊപ്പം ടോപ്പേഴ്സിനോടുള്ള അഡ്വൈസ്, പ്ലീസ് ചൂസ് ഓൾ ഇന്ത്യ കോട്ട. ഓക്കെ, നിങ്ങൾ AIQ ചൂസ് ചെയ്യുക. പരമാവധി കുട്ടികൾ ടോപ്പേഴ്സായി വന്ന ആൾക്കാർ AIQ ചൂസ് ചെയ്യുക. എല്ലാവരും വീടിനടുത്തുള്ളത് മാത്രം എന്ന് ചിന്തിക്കുമ്പോൾ അപ്പുറത്ത് 2 ആൾക്കാർക്ക് MBBS സീറ്റ് നഷ്ടമാവും. ഇതെന്റെ വളരെ സിൻസിയർ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. നിങ്ങൾ അങ്ങനെ വീടിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും അത്ര അങ്ങനത്തെ പ്രശ്നം കൂടെ നമ്മുടെ ഇല്ല. ഇന്ത്യയിൽ എവിടെയും പോയി പഠിക്കാം. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയി പഠിക്കാം. ഇനി നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആദ്യം ഓൾ ഇന്ത്യ കോട്ട കൊടുക്കുക, സ്റ്റേറ്റ് കോട്ട കൊടുക്കാതെ ആദ്യം ഓൾ ഇന്ത്യ കോട്ട കൊടുക്കുക. സ്റ്റേറ്റ് കോട്ടയെക്കാളും പ്രിഫറൻസ് ഓൾ ഇന്ത്യ കോട്ടയിൽ കൊടുക്കുക. എന്തായാലും നിങ്ങൾ കാരണം നിങ്ങളോട് താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ താഴെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇത് പലപ്പോഴും പബ്ലിക്കലി ആരും പറയാറില്ല, അല്ലെങ്കിൽ പറയുന്ന ആരും ഇല്ല. പക്ഷെ ഞാനത് പറയാണ്. ഞാൻ കേരളത്തിന് പുറത്ത് പോയി പഠിച്ച ഒരാളാണ്. അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് കേരളത്തിന് പുറത്ത് പോയി പഠിക്കുന്നതിൽ. അപ്പോൾ അതിലൊന്നും നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. പരമാവധി നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയിലെ ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കുക. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും സ്റ്റേറ്റ് മെറിറ്റിലേക്ക് വന്നാൽ ഈ കട്ട് ഓഫ് ഇനിയും ഞാൻ ഈ പറഞ്ഞതിനേക്കാളും മേലോട്ട് പോകുള്ളൂ, താഴോട്ട് വരില്ല. ഓക്കെ, ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. അപ്പം നമ്മുടെ താഴെയുള്ള ആളുകൾക്ക് കുറച്ച് വഴി ഒരുക്കി കൊടുക്കാൻ ഇതൊരു സാക്രിഫൈസ് ഒന്നുമല്ല. നിങ്ങൾക്കും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് സ്വാഭാവികമായിട്ട് ഓൾ ഇന്ത്യ കോട്ടയിലാണ് കിട്ടുക. ചെറിയ ഫീസിനാണ് കിട്ടുക. ഇങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. വീട്ടിൽ നിന്ന് വിട്ടുക എന്നുള്ളത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. താഴെയുള്ള ആളുകൾക്കുള്ള ഒരു സങ്കടം, അത്രയും പഠിച്ച് വന്നിട്ടും ഒരു 1-2 മാർക്കിന് MBBS ഗവൺമെന്റ് സീറ്റ് നഷ്ടമായി പോകുന്ന, അല്ലെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസിങ്ങിൽ എത്രയോ കടമെടുത്ത് ലോൺ എടുത്ത് പ്രോപ്പർട്ടി വിറ്റ് ചേരേണ്ടി വരുന്നവരുടെ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു എമ്പതി നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അത് വലിയൊരു വിപ്ലവമായിരിക്കും. നമുക്കൊരു 2-3 മാർക്ക് അപ്പുറത്തോട്ട് ഇതിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഉള്ളിൽ കയറി പോകും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഐ വാണ്ട് ടു സേ. ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട. മറ്റൊരു അനാലിസുമായി പിന്നെ കാണാം. ബൈ ബൈ.